കാലം കാത്തുവെക്കുന്ന ചില മറുപടികളുണ്ട്. അത് തളച്ചിടാൻ നോക്കുന്നവർക്കുള്ള ശക്തമായ പ്രഹരമായിരിക്കും. വർഷങ്ങൾക്ക് മുൻപ് ചെന്നൈയിലെ ഒരു സിനിമാ സെറ്റിൽ മെലിഞ്ഞുണങ്ങിയ ഒരു 18-കാരൻ പയ്യനെ നോക്കി ചിലർ പരിഹസിച്ചു. ഇന്ത മൂഞ്ചിയെ പാക്ക യാരാവത് പണം മുടക്കുമോ എന്നതായിരുന്നു ആ ചോദ്യം. അച്ഛൻ സംവിധായകനായതുകൊണ്ട് മാത്രം നായകനായി എന്നും പരിഹാസങ്ങൾ. അന്ന് ആ പയ്യന്റെ ഉള്ളൊന്ന് പിടഞ്ഞു കാണും. പക്ഷെ തോറ്റുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ആ പയ്യന്റെ പേര് ജോസഫ് വിജയ് എന്നായിരുന്നു. ഇന്ന് 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം അദ്ദേഹം ദളപതി എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം ആ പേര് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. യെസ്, ദ വൺ ആൻഡ് ഓൺലി വിജയ് മാജിക്. തുടക്കകാലത്തെ പരാജയങ്ങളും പരിഹാസങ്ങളും വിജയ് എന്ന നടനെ തളർത്തിയിട്ടില്ല. തുള്ളാത്ത മനവും തുള്ളും എന്ന ചിത്രം അദ്ദേഹത്തിന്റെ കരിയർ മാറ്റിമറിച്ചു. അവിടെ നിന്നും തുടങ്ങിയ ആ ജൈത്രയാത്ര ഗില്ലിയും കടന്ന് പോക്കിരിയിലൂടെയും തമിഴ് സിനിമയുടെ സിംഹാസനത്തിലേക്കാണ് അദ്ദേഹത്തെ എത്തിച്ചത്. നൃത്തം കൊണ്ടും സ്ക്രീൻ പ്രസൻസ് കൊണ്ടും അദ്ദേഹം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ സ്നേഹിക്കുന്ന ഇളയ ദളപതിയായി മാറി. പിന്നീട് ബോക്സ് ഓഫീസിന്റെ കളക്ഷൻ കിങ് ആയി മാറി. അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തി. വിജയ് എന്ന പേര് വെറുമൊരു പേരല്ല, മറിച്ച് തമിഴ് സിനിമയുടെ വികാരമാക്കി മാറ്റി. ഇപ്പോഴിതാ തന്റെ കരിയറിൽ എല്ലാം നേടി നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. സിനിമയിലെ കരിയർ അവസാനിപ്പിക്കുന്നു. 33 വർഷത്തെ വെള്ളിത്തിര ജീവിതത്തിന് വിരാമമിട്ട് അദ്ദേഹം തന്റെ അവസാന ചിത്രമായ ജനനായകനുമായി എത്തുന്നു. ആരാധകർക്ക് ഇത് വിശ്വസിക്കാനാവുന്നില്ല. തങ്ങളുടെ പ്രിയ താരത്തെ ഇനി ബിഗ് സ്ക്രീനിൽ കാണില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സിനിമാ പ്രേമികൾക്ക് പ്രയാസമാണ്. ജനനായകൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വരുമ്പോൾ അത് ഒരു സിനിമയുടെ മാത്രം പ്രൊമോ അല്ല, മറിച്ച് ഒരു ഇതിഹാസത്തിന്റെ വിടവാങ്ങൽ പ്രഖ്യാപനമാണ്. ഇനി ഐ ആം വെയിറ്റിംഗ് അല്ല, ഐ ആം കമ്മിങ് എന്നും ട്രെയിലറിൽ വിജയ് പറഞ്ഞു വെക്കുന്നുണ്ട്. സിനിമയിലെ കിരീടം മാറ്റിവെച്ച് വിജയ് ഇനി ജനങ്ങളുടെ ഇടയിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. തമിഴക വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെ മാറ്റത്തിന്റെ പുതിയ കാഹളം മുഴക്കുകയാണ് അദ്ദേഹം. സിനിമ എന്ന മായാലോകം വിടുമ്പോഴും വിജയ് എന്ന ദളപതി ആരാധകരുടെ ഹൃദയത്തിൽ എന്നും സിംഹാസനത്തിൽ തന്നെയായിരിക്കും. പരിഹാസങ്ങൾ കേട്ട അതേ നാവുകൾ കൊണ്ട് ഇന്ന് ലോകം മുഴുവൻ അദ്ദേഹത്തെ വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. പോരാട്ടത്തിന്റെ, അതിജീവനത്തിന്റെ, വിജയത്തിന്റെ പര്യായമായി വിജയ് എന്നും നിലകൊള്ളും. അതെ, ദളപതി ഒന്നേ ഉള്ളൂ, അത് വിജയ് മാത്രമാണ്. കാത്തിരിക്കാം ജനുവരി 9 വരെ ദളപതിയുടെ ഓൺ സ്ക്രീൻ വിളയാട്ടത്തിനായി.